ഷിരൂരിൽ നിന്നുള്ള ഒരു വാർത്തയാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. കർണാടകയിലെ ഷിരൂരിൽ നിന്ന് ജീർണിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തി. മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ നിന്ന് 30 കിലോമീറ്ററോളം മാറി കടലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നു. ഒപ്പം ശ്രീധരൻ, ഈ മൃതദേഹം കിട്ടിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈ ഷിരൂരിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ മാറിയാണ്, കുന്താപുരം ഭാഗത്തേക്ക് മാറിയാണ് ഈ മൃതദേഹം കടലിൽ ഒഴുകി നടക്കുന്ന രീതിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ആരുടേതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഷിരൂര് മണ്ണിടിച്ചിൽപ്പെട്ട ആരുടെയെങ്കിലും മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. മൃതദേഹം കോസ്റ്റൽ പോലീസ് ഈ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. ഷിരൂരിൽ തുടരുന്ന ലോറി ഓണറായിട്ടുള്ള മനാഫും അതുപോലെ തന്നെ ജിതിനും അർജുന്റെ ബന്ധു ജിതിനും ഈ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഏതായാലും 55ഓളം കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ കടലിൽ ഒരു മൃതദേഹം ഒഴുകി നടക്കുന്ന വിവരം ലഭിച്ചത്. ഇത് കരയിലേക്ക് എത്തിക്കുന്ന ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അവിടെ മറ്റ് തിരച്ചിലുകളൊന്നും നടക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് മണ്ണിടിച്ചിൽ പെട്ട് ഒഴുകിപ്പോയ കടലിലേക്ക് ഒഴുകിപ്പോയ മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഉത്തരകന്നഡ കളക്ടറുടെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിൽ അവിടെ ഒരു മൃതദേഹം കണ്ടെത്തി എന്ന് മാത്രമുള്ള ഒരു വിവരമാണ് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത്. ശരി ശ്രീധരൻ. ഷിരൂരിൽ നിന്നും ഏകദേശം 55 കിലോമീറ്റർ അപ്പുറത്താണ് ജീർണിച്ച നിലയിൽ മൃതദേഹം കടലിൽ ഒഴുകി നടക്കുന്നതായി കണ്ടെത്തി എന്ന് പറയുന്നത്. ശ്രീധരൻ, ഇനി ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വരുമെന്ന് തന്നെ കരുതുന്നു. ഇനി ഇത് ആരുടേതാണ് എന്ന് ഉറപ്പിക്കാൻ ചില DNA സാമ്പിൾ പരിശോധനകൾ, മാച്ചിങ് പരിശോധനകളൊക്കെ നടത്തേണ്ടതായി ഉണ്ടാവും അല്ലേ? സ്വാഭാവികമായിട്ടും ആ പരിശോധനകളൊക്കെ വേണ്ടിവരും. നേരത്തെ ഈ മണ്ണിടിച്ചിൽപ്പെട്ട ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ലോറി ഡ്രൈവറുടെയൊക്കെ പരിശോധന ഇത്തരത്തിൽ DNA പരിശോധന നടത്തിയാണ് മൃതദേഹം വിട്ടുകൊടുത്തത്. ഇത് അങ്ങനെ ഈ ഒരു അപകടത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും DNA പരിശോധന വേണ്ടിവരും. ഇത്രയും ദിവസം, അതായത് 3 ആഴ്ചയോളം പിന്നിടുന്നു ഈ ദുരന്തമുണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഈ മൃതദേഹം അഴുകിയ നിലയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ ഇതിന്റെ DNA സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധിച്ച് ശേഷം മാത്രമേ ഈ അപകടത്തിൽപ്പെട്ട 3 പേരാണ് ഇനി കണ്ടെത്താനുള്ളത്. 1 കേരളത്തിൽ നിന്നുള്ള അർജുൻ, 2 ജഗന്നാഥ്, 3 ലോകേഷ്. ഇവർ രണ്ടുപേരും കർണാടക സ്വദേശികളാണ്, ആ പ്രദേശവാസികളാണ്. ഇവർ ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരണമെങ്കിൽ DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടി വരും. നിലവിലേതായാലും പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് കടലിൽ ഒഴുകി നടക്കുന്ന രീതിയിൽ ഒരു മൃതദേഹം കണ്ടെത്തി അത് കരയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ കോസ്റ്റൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വിവരങ്ങൾ മാത്രമാണ് അവിടുന്ന് ലഭിക്കുന്നത്. 3 പേരെയാണ് ഈ ഷിരൂർ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഇനി കണ്ടെത്താനുള്ളത്. ഔദ്യോഗിക കണക്കനുസരിച്ച് 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇത് ഷിരൂരിൽ നിന്ന് 55 കിലോമീറ്റർ മംഗലാപുരം റൂട്ടിൽ മാറി ഉള്ള ഹൊനാവർ ബീച്ചിന് സമീപത്തു നിന്നാണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കരയിലെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചു വരികയാണ്. ഏതായാലും ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഈ വിഷയത്തെ ഗൗരവമായി എടുക്കുന്നുണ്ട്. കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തിന്റെ സ്ഥിതികൾ എന്താണ് എന്ന് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശ്രീധരൻ, ഈ അവിടെയുള്ള അർജുന്റെ ബന്ധുക്കൾ, ജിതിൻ അടക്കമുള്ളവർ ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് അന്വേഷണം പുനരാരംഭിക്കണം എന്നത് സംബന്ധിച്ച്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരച്ചിൽ സംബന്ധിച്ച് കർണാടക ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചിരുന്നു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഈ വിഷയത്തിൽ തിരച്ചിൽ നിർത്തുന്ന ഒരു നടപടി ഉണ്ടാവരുത്. അക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. തിരച്ചിൽ തുടരാൻ ഉള്ള നടപടികൾ വേണം എന്നുള്ള ഒരു ആവശ്യമാണ് പറയുന്നത്. ഏതായാലും കർണാടക സർക്കാർ കോടതിയിൽ അറിയിച്ച ഒരു കാര്യം, തിരച്ചിൽ നിർത്തിയിട്ടില്ല. താൽക്കാലികമായി മോശം കാലാവസ്ഥ, അതുപോലെ തന്നെ പുഴയിലെ അടിയൊഴുക്ക്, ഈ കാരണങ്ങളാൽ തന്നെ ആണ് ഇപ്പോൾ തിരച്ചിൽ നടത്താനാവാത്തൊരു സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധർ സംഭവ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും ആ പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിന് പ്രധാന കാരണം പുഴയിലെ അടിയൊഴുക്കിന് കാര്യമായി കുറവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മേഖലയിൽ, ഉത്തരകന്നഡ മേഖലയിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയും ഉണ്ടായിരുന്നു. അതിനാൽ പുഴയിൽ ഇറങ്ങുന്നത് ഇപ്പോൾ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ളതാണ് കോടതി അറിയിച്ചത്. ഈ കേസ് വീണ്ടും തിങ്കളാഴ്ച കോടതി പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ ഇത് സംബന്ധിച്ച അന്വേഷണ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തിരച്ചിൽ ഇതുവരെ പുനരാരംഭിക്കാനായിട്ടില്ല. തൃശ്ശൂരിൽ നിന്ന് ഉൾപ്പെടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നു. പക്ഷേ
അത് ഈ ഒഴുക്കിൽ അത് പിടിച്ചു നിൽക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇതിന്റെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തൃശ്ശൂരിൽ നിന്നുള്ള സംഘം ഈ സംഭവ സ്ഥലത്ത് എത്തി പരിശോധനകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ആ കാര്യത്തിലുള്ള നടപടികളെല്ലാം തന്നെ ഇപ്പോൾ നീളുകയാണ്. തിരച്ചിൽ ഏതായാലും നിർത്തിവെക്കുന്നില്ല എന്നുള്ള നിലപാട് കോടതിയിൽ കർണാടക സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴും തിരച്ചിൽ തുടരാനാവാത്ത ഒരു സാഹചര്യം തന്നെയാണ് അവിടെയുള്ളത്. ശ്രീധരൻ, അവിടെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു ആ സമയത്ത്. നമുക്ക് ഓർമ്മയുണ്ട്, നമുക്ക് വയനാട്ടിലെ ഒരു വലിയ ദുരന്തം വരുന്നതിന് തൊട്ട് മുൻപ് വരെ നമ്മളൊക്കെയും അത് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതുമാണ്. ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? മഴയുടെ ഒരു സ്ഥിതി പൊതുവെ കർണാടകത്തിലും ഈ പ്രത്യേക മേഖലയായ ഷിരൂരിലുമൊക്കെ എങ്ങനെയാണ്? കർണാടകത്തിൽ ഇപ്പോൾ പൊതുവിൽ മഴയുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ, അതായത് ഉത്തരകന്നഡ മേഖലയിലൊക്കെ റെഡ് അലർട്ട് ഒക്കെ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട്. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാണ് ഈശ്വർ മാൽപേ അവിടെ പരിശോധനയ്ക്ക് എത്തിയ സമയത്ത് വളരെ വലിയ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് അവിടെ പെയ്തത്. അതുപോലെ തന്നെ പല ഭാഗത്തും മണ്ണിടിച്ചിൽ, ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. തൊട്ടുപുറത്ത് മംഗലാപുരം ബാംഗ്ലൂർ റോഡിൽ പൂർണ്ണമായി ഏതാണ്ട് ഗതാഗതം സ്തംഭിച്ച ഒരു അവസ്ഥയുണ്ട്. റെയിൽ ഗതാഗതം സ്തംഭിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ഈ തീരദേശ കർണാടക മേഖലയിലും മലനാട് മേഖലയിലും കാര്യമായിട്ട് മഴ തുടരുന്നുണ്ട്. അത് തന്നെയാണ് ഈ തിരച്ചിലിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ പുഴയിലെ ഒഴുക്കിന് കാര്യമായിട്ടൊരു കുറവുണ്ടാകുന്നില്ല എന്നതും വലിയ വെല്ലുവിളി തന്നെയാണ്. നിലവിലേതായാലും തിരച്ചിൽ തുടരാവുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് കർണാടക സർക്കാരിന്റെ, അത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെയൊക്കെ ഒരു നിലപാട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് നമുക്ക് ആ മൃതദേഹം ആരുടേതാണ് എന്ന് തിരിച്ചറിയുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അത് ഈ പറയുന്ന ഈ മണ്ണിടിച്ചിൽ കാണാതായ 3 പേരിൽ ആരുടെയെങ്കിലും ആണോ എന്നുള്ള സംശയമാണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്നത്. അത് ഏതായാലും കൂടുതൽ പരിശോധനകളിൽ നിന്ന് മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇനി കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ലഭിച്ച ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് ആരുടെയാണ് എന്നത് സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ ലഭ്യമാകൂ. ശ്രീധരൻ ഇപ്പോൾ പറയുന്ന അനുസരിച്ച് 3 പേരെയാണ് അവിടെ നിന്നും ഇനിയും കണ്ടെത്താനുള്ളത് എന്ന് പറയുന്നു. അപ്പോഴും നമ്മുടെയൊക്കെ പ്രതീക്ഷ മലയാളിയായ അർജുൻ എവിടെയാണ് എന്നതിലാണ്. കൂടുതൽ പരിശോധനകൾ, അതായത് DNA പരിശോധന അടക്കം വന്നാൽ അത് സ്ഥിരീകരിച്ചാൽ മാത്രമേ ഒരുപക്ഷെ ഇനി തിരിച്ചറിയാനാകൂ എന്ന് തോന്നുന്നു. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെ വിചാരിക്കുന്നു. ശരി ശ്രീധരൻ.